അഗാധമായ സ്നേഹം, അന്ധമായ വിശ്വാസം, അമിതമായ പ്രതീക്ഷകൾ ഇവയെല്ലാം ഭാവിയിൽ തീരാ ദുഃഖങ്ങളിലേക്കുള്ള പാതകളായി മാറും. കർമ്മയാണ് എല്ലാത്തിലും വലുത്. അതൊരിക്കലും വേർതിരിവുകൾ കാണിക്കില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിച്ചിരിക്കും. ദുഷ്ടന്മാരിൽ നിന്നും മുള്ളുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ രണ്ടേ രണ്ട് ഉപായം മാത്രമാണുള്ളത്. ഒന്നുകിൽ പാദരക്ഷ കൊണ്ട് ചവിട്ടി മെതിക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്നും അകലം പാലിക്കുക. മനുഷ്യരിൽ ചിലർ മുറിവുകളാണ്, ചിലർ മരുന്നുകളും. മറ്റൊരാളെ വേദനിപ്പിച്ചിട്ട് കിട്ടുന്ന ഒരു സന്തോഷവും അധികനാൾ നിലനിൽക്കില്ല. ജീവിതത്തിൽ വെളിച്ചം പകരുന്നവരും ഇരുട്ട് പകരുന്നവരുമുണ്ട്. അതിൽ ഇരുട്ട് പകരുന്നവരെ പൂർണ്ണമായും അവഗണിക്കരുത്. കാരണം ഇരുട്ടാണ് വെളിച്ചമെന്തെന്ന തിരിച്ചറിവ് നൽകുന്നത്. രണ്ട് സന്ദർഭങ്ങളിൽ നമ്മൾ മൗനം പാലിച്ചേ മതിയാകൂ. ഒന്ന്, നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ. രണ്ടാമതായി, ഒരക്ഷരവും ഉരിയാടാതെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നവരുടെ മുന്നിലും. ഭാവിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് തിരുത്തി എഴുതാൻ ആയെന്ന് വരില്ല. എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ തിരുത്താനാകും അതിലൂടെ ഭാവിയെയും. ബഹുമാനമായാലും സ്നേഹമായാലും സൗഹൃദമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരേ ഒരു പേരേയുള്ളൂ, അതാണ് അഭിനയം. തകർക്കാനും തളർത്താനും പലരും ഉണ്ടാകും. തളരാതെ മുന്നോട്ട് പോവുക. കാരണം ജീവിതം നമ്മുടേതാണ്, ജീവിക്കേണ്ടത് നമ്മളാണ്. സ്വയം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് താൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പെരുമാറ്റ രീതികളെ സ്വന്തം പെരുമാറ്റ രീതികളെ തന്നെ പരിഗണിക്കാൻ സാധിക്കും. ജീവിതത്തിൽ എന്ത് കിട്ടിയില്ല എന്നോർത്ത് നിരാശ വർദ്ധിപ്പിക്കാതെ ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചാലും ശൂന്യമായ കൈകളോടുകൂടിയാണ് ഇവിടം വിടേണ്ടതെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. ഉത്തരവാദിത്വം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിച്ചേക്കാവുന്ന ഏത് സാഹചര്യത്തെയും ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ കഴിയുക എന്നതാണ്. സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത്. ചതിച്ചവരോട് പ്രതികാരവും അരുത്. ഒന്നു മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക: ചതിക്കാനും സഹായിക്കാനും ആർക്കും രണ്ടാമത് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. വാക്കുകൾ കൊണ്ട് ഒരാളെ തകർത്തെറിയുമ്പോൾ ഓർക്കുക, ജീവിതം ഒരു ഫുട്ബോൾ കളിയാണ്. പന്ത് എല്ലാവരുടെയും കാൽച്ചുവട്ടിൽ എത്തുക തന്നെ ചെയ്യും. ചിലപ്പോഴൊക്കെ വിഡ്ഢികളെ പോലെ ആകുന്നതാണ് നല്ലത്. എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ അങ്ങ് നടക്കണം. ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത്. സങ്കടങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷത്തിൻ്റെ വില മനസ്സിലാവൂ. അതിനാൽ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പരാജയമായി കണക്കാക്കരുത്. കുറ്റം കണ്ടെത്തരുത്, പകരം പ്രതിവിധി കണ്ടെത്തുക. ആർക്കു വേണമെങ്കിലും പരാതിപ്പെടാം. താൽക്കാലിക വികാരങ്ങളിൽ ഒരിക്കലും സ്ഥിരമായ തീരുമാനങ്ങൾ എടുക്കരുത്. നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കുമ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത്. കൂടെയുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്കും അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് മറന്നു പോകരുത്. അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഭാരമായി മാറുന്നു. മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും കഴിയില്ല. തോൽക്കാൻ ഒരു വിഷമവുമില്ല. ജീവിതമല്ലേ, ജയവും തോൽവിയും സാധാരണം. പക്ഷേ ചിലർ നമ്മളെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണ് എന്ന് അറിയുമ്പോഴാണ് നാം ശരിക്കും തോൽക്കുന്നത്. സ്നേഹബന്ധങ്ങൾ ഒരിക്കലും സ്വാഭാവികമായി നശിക്കുന്നില്ല. ഈഗോ, മനോഭാവം, അജ്ഞത എന്നിവയാൽ കൊല്ലപ്പെടുകയാണ് പതിവ്. ഒരു നിമിഷത്തിന് ഒരു ദിവസത്തെ മാറ്റാൻ കഴിയും. ഒരു ദിവസത്തിന് ഒരു ജീവിതത്തെ തന്നെ മാറ്റാൻ കഴിയും. ഒരു ജീവിതത്തിന് ലോകത്തെയും തന്നെ മാറ്റാൻ കഴിയും. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്.
സൂര്യനെ പോലെ തിളങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം. അവനവനെ കീഴടക്കുന്നവർക്ക് മാത്രമേ ലോകം കീഴടക്കാനാകൂ. കടലോരത്തെ കരിങ്കല്ലുകളെ പോലെ ആവണം ജീവിതം. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും തിരമാല പോലെ വന്നടിച്ചാലും പതറാതെ നേരിടണം. കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് നമ്മളെ ചേർത്തു നിർത്തിയവർ നാളെ മാറ്റി നിർത്തിയേക്കാം. അവരുടെ മനസ്സിലെ മുൻഗണന മാറുമ്പോൾ നമ്മുടെ സ്ഥാനത്തിലും മാറ്റം വരാം. സങ്കടപ്പെടുന്നവരുടെ മുന്നിൽ നിന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിലും സഹതപിക്കരുത്. കാലം എല്ലാ ദുഃഖങ്ങളും സുഖപ്പെടുത്തുന്നു. നിങ്ങളുടെ മുറിവുണങ്ങാൻ സമയം നൽകുക. പ്രശ്നങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം സ്വയം തിരിച്ചറിയുവാനും ഉയർന്നു വരുവാനും നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയും നമ്മുടെ ഒപ്പം നിൽക്കുന്നവരെയും നമുക്ക് കണ്ടെത്താൻ കഴിയുക. ചുറ്റും 1000 പേരുണ്ടായിട്ടും അവർക്കിടയിൽ നമ്മെ തിരക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം.